വിദ്യാർത്ഥികളെ, സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് 10ാമത്തെ ചാപ്റ്റർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP. ഇതിന് തൊട്ട് മുമ്പുള്ള 9 ചാപ്റ്ററിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും കാണാവുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് പഠിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ അത് ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. എന്ത് സെർവർ എന്ന് പറഞ്ഞാൽ? സെർവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സവിശേഷതകളുള്ള, കൂടുതൽ സെർവ് ചെയ്യാനുള്ള ഒരു കമ്പ്യൂട്ടർ സംവിധാനമാണ് സെർവർ സൈഡ് സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെർവറിലാണ് സ്ക്രിപ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി PHP എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. PHP കോഡ് ഈസ് സിമിലർ ടു ജാവാസ്ക്രിപ്റ്റ്. PHPയുടെ കോഡ് ജാവാസ്ക്രിപ്റ്റിന് തുല്യമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെങ്ങനെയാണ് വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. PHP is one of the most popular server-side scripting languages available. It is used for creating dynamic web page. PHP stands for PHP Hypertext Preprocessor. PHPയുടെ ഫുൾ ഫോം ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി. PHP Hypertext Preprocessor എന്നാണ്. നമ്മൾ ഒരു പോപ്പുലർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഡൈനാമിക് വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കൂളുകളിൽ ലാബിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് ഡൈനാമിക് അല്ല. അത് പെർമനൻ്റ്, അതെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണത്, സ്റ്റാറ്റിക് ആണത്. എന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുന്നു. അത്തരം ഒരു സൈറ്റ്, ആ സൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെയും റിസൾട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഓരോ പേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡൈനാമിക്. അത്തരം വെബ്സൈറ്റുകൾ നമുക്ക് ഡൈനാമിക് എന്ന് പറയാം. അപ്പോൾ ഇത് ആരാ ക്രിയേറ്റ് ചെയ്ത്? റാസ്മസ് ലെർഡോർഫ് ക്രിയേറ്റഡ് ദ PHP സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ആ പേരൊന്ന് ഓർത്ത് വെച്ചേക്കുക. PHP ഈസ് an open source project and is completely free and is supported by worldwide community of volunteers. It is more robust and error-free than many other server-side scripting languages. അപ്പോൾ അതുകൊണ്ടാണ് PHP ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്രീ ആണ്. അതുകൊണ്ട് ഫ്രീ, സപ്പോർട്ടഡ് ബൈ വേൾഡ് വൈഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇനി ഈ PHPയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഉപയോഗിക്കുന്നതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആസ് PHP ക്യാൻ ബി ഈസിലി എംബഡഡ് ഇൻ ടു HTML, ഇറ്റ് ഈസ് ഈസി ടു കൺവേർട്ട് ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റാറ്റിക് വെബ് പേജ് ഇൻ ടു ഡൈനാമിക് വൺ. നമ്മൾ എഴുതിയിരിക്കുന്നത് HTML പേജിൽ എംബഡ് ചെയ്തിരിക്കുകയാണ്. എംബഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് HTML പേജിൽ എംബഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കൊരു സ്റ്റാറ്റിക് പേജിനെ ഡൈനാമിക് ആക്കാൻ പറ്റുന്നു. ഇറ്റ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് ഡാറ്റാബേസസ്. നമുക്ക് ഡാറ്റാബേസ് ഒക്കെ അതിനകത്ത് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് ക്യാൻ റൺ അക്രോസ് വിൻഡോസ്, ലിനക്സ് ആൻഡ് മാക്. സപ്പോസ് മോസ്റ്റ് കറണ്ട് വെബ് സെർവേഴ്സ്. ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ലേൺ. It operates much faster than other scripting languages. It offers many levels of security to prevent malicious attacks. It has a huge support from open source community. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ PHPയുടെ ബേസിക് കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ PHP വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ PHP ഇൻസ്റ്റാൾ ചെയ്യണം. അത് they can be installed separately or from a set of free open source software package like WAMP, LAMP or XAMPP, which includes Apache Server, MySQL and PHP. WAMP is for Windows, LAMP is for Linux, and XAMPP will work in both. And അപ്പോൾ നമ്മൾ WAMP ഇൻസ്റ്റാൾ ചെയ്യണം. WAMP ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ LAMP ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ XAMPP ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് PHP നമ്മുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. After installing a web server, start the web server from the menu, open the web browser and type http://localhost or http://127.0.0.1 അങ്ങനെ ഇൻ ദ അഡ്രസ് ബാർ അങ്ങനെ അടിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് അത് കിട്ടും. എല്ലാ ഫയൽസിനും ഉള്ളത് പറയുന്ന പോലെ ഇവിടുത്തെ PHP ഫയൽസിനും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. .php എന്നായിരിക്കും. .php നമ്മൾ PHP
ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് PHP എന്നാണ് നമ്മൾ കാണും ആൻഡ് എൻഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. അത് നമ്മളിപ്പോൾ കാണാൻ പോവാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ കാണും. അപ്പം വാമ്പും ലാമ്പും അതിനെപ്പറ്റി ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണ്. PHP അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, ലെസ് ദാൻ സിമ്പിൾ എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, PHP എന്ന് എഴുതുക, എന്നിട്ട് താഴെ ഒരു കമൻറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ എക്കോ മൈ ഫസ്റ്റ് PHP പ്രോഗ്രാം. എക്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ C++ൽ സി ഔട്ടിന് ഇക്വലൻ്റ് ആണ് എക്കോ മൈ ഫസ്റ്റ് PHP പ്രോഗ്രാം. സേവ് ദ ഫയൽ വെബ് സെർവർ ഡോക്യുമെൻറ്റ് ദ റൂട്ട്. അത് സേവ് ചെയ്യുക, .php എക്സ്റ്റൻഷൻ വെച്ച് സേവ് ചെയ്യുക. അപ്പോൾ ആ റൂട്ട് ഡയറക്ടറിയിലാണ് സേവ് ചെയ്തത്. സ്റ്റാർട്ട് ദ വെബ് സെർവർ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഓൺ. ആ വെബ് സെർവർ ഓൺ ആക്കുക. ദെൻ ഓപ്പൺ ദ വെബ് ബ്രൗസർ ആൻഡ് ടൈപ്പ് ദ URL കറസ്പോണ്ടിങ് ടു ദി ഫയൽ. നമ്മളിപ്പോൾ ഏത് ഫയൽ നെയിമാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് അവിടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു PHP നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരു ഇച്ചിരി ഒരല്പം വിശദമായിട്ടൊരു എക്സാമ്പിളിലേക്ക് വരാം. HTML-നകത്തിൽ PHP എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് സാധാരണ ഒരു HTML എഴുതിയിരിക്കുന്നു. HTML ഹെഡ്, ടൈറ്റിൽ, ഹെഡ്, ബോഡി. അത് സാധാരണ HTML ആണ്. ബോഡിക്കകത്താണ് ഇവിടെ PHP എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് PHP എന്നിട്ട് എക്കോ H2 എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെഡിങ് ആണ്. വെൽക്കം ടു PHP. അല്പം ബോൾഡായിട്ട് വരാൻ വേണ്ടിയാണ് H2 ക്ലോസ്. ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ബോഡി HTML. അപ്പോൾ വി ക്യാൻ ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ വി ക്യാൻ ഇൻസേർട്ട് ദറ്റ് PHP കോഡ് ഇൻ HTML. അതിൻ്റെ ഔട്ട്പുട്ടാണ് വന്നിരിക്കുന്നത് വെൽക്കം ടു PHP ഔട്ട്പുട്ട് വന്നിരിക്കുന്നു. കമൻറ്റ്സ് ഇൻ PHPയിൽ കമൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ സാധാരണ C++ കൊടുക്കുന്ന പോലെ PHPയിൽ കമൻറ്റ് കൊടുക്കാം. സിംഗിൾ ലൈൻ കമൻ്റ് ഉണ്ട്, ഡബിൾ സ്ലാഷ് ആണ്. മൾട്ടി ലൈൻ കമൻറ്റ് /*, എന്നിട്ട് അവസാനിക്കുന്നിടത്ത് വെച്ച് */. അങ്ങനെ എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ എക്കോയും പ്രിൻറ്റും ഉപയോഗിക്കുന്നുണ്ട്. ടു ബേസിക് കൺസ്ട്രക്ട്സ് എക്കോ ആൻഡ് പ്രിൻറ്റ് ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഓൺ ദി വെബ് പേജ്. രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. PHP വെൽക്കം ടു PHP, BR വെൽക്കം ടു വെബ് പ്രോഗ്രാമിംഗ്, എക്കോ വെൽക്കം ടു പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നു. എക്കോയും പ്രിൻറ്റും കൊടുത്തിരിക്കുന്നു. രണ്ടിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഇത് തമ്മിലുള്ള അല്പം വ്യത്യാസമുണ്ട്. എക്കോയും പ്രിൻറ്റും. എക്കോ എന്ന് പറഞ്ഞാൽ ക്യാൻ ടേക്ക് മോർ ദാൻ വൺ പാരാമീറ്റർ വെൻ യൂസ്ഡ് വിത്തൗട്ട് parenthesis. ടേക്ക് ഓൺലി വൺ പാരാമീറ്റർ. ടേക്സ് ഓൺലി വൺ പാരാമീറ്റർ. ദെൻ does not return any value, return true or 1 on successful output. Little faster than print, little bit slower than echo. ഇതാണ് എക്കോയും പ്രിൻറ്റും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പഠിച്ചാൽ മതി. ഇനി വാർഡംപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാർഡംപ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു ഡിസ്പ്ലേ ബോത്ത് ഡാറ്റ ടൈപ്പ് ആൻഡ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ. അതാണ് നമ്മൾ വാർഡംപ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് വാർഡംപ് വേരിയബിൾ 1, വേരിയബിൾ 2 എത്ര വേരിയബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു. PHPയുടെ 2-3 വിലകൾ കൊടുത്തിരിക്കുന്നു. വാർഡംപ് $A1 എന്ന് കൊടുത്താൽ അതിൻ്റെ എന്ത് വരും? ഇൻറ്റ് 678 എന്ന് പറഞ്ഞു വരും. വാർഡംപ് സ്ട്രിങ് 678 എന്ന് പറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ടു ഡിസ്പ്ലേ ബോത്ത് ഡാറ്റ ടൈപ്പ് ആൻഡ് വാല്യൂസ് ഓഫ് വേരിയബിൾസ്. അത് രണ്ടും കൂടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് വാർഡംപ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫണ്ടമെൻറ്റൽസ് ഓഫ് PHPയിലേക്ക് പോകാം. വേരിയബിൾസ്. സാധാരണ വേരിയബിൾ നമുക്കറിയാം ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് വേരിയബിൾ. വേരിയബിൾ നെയിം സ്റ്റാർട്ട്സ് വിത്ത് $sign ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദി വേരിയബിൾ. ഫോർ എക്സാമ്പിൾ വേരിയബിൾ നെയിം ഈക്വൽസ് വാല്യൂ. ഇതാടെ കൊടുത്തിരിക്കുന്നുണ്ടോ? PHP $txt ഈക്വൽ hello world, $x ഈക്വൽ 25, $y ഈക്വൽ 23.5. അപ്പോൾ ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഡോളർ മുൻപിൽ വരുന്നതൊക്കെ വേരിയബിൾസ് ആണെന്ന് ഓർക്കുക. ഈ വേരിയബിൾ കൊടുക്കുമ്പോൾ ചില കൺവെൻഷൻസ് ഒക്കെ നമ്മൾ പാലിക്കണം. വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് $sign followed by the name of the variable. Name of the variable must start with the letter or the underscore. Name of the variable can only contain alphanumeric characters. Variable names are case sensitive. Punctuated characters such as commas, quotation mark, periods or space are not allowed. ഇനി PHPയിലെ ഡാറ്റ ടൈപ്പിനെ പറ്റിയാണ് പറയുന്നത്. PHP ഡാറ്റ ടൈപ്സ് രണ്ടായിട്ട് ഡിവൈഡ്. കോർ ഡാറ്റ ടൈപ്പ് എന്നും സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് എന്നും. കോർ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ, ഫ്ലോട്ട്, ബൂളിയൻ, സ്ട്രിംഗ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് നൾ, അറേ, ഓബ്ജക്റ്റ്, റിസോഴ്സ്. കോർ ഡാറ്റ ടൈപ്സിലെ ഇൻറ്റിജർ നമ്മൾ സാധാരണ പറയുന്നത് ഇൻറ്റിജേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്, ഡസ് നോട്ട് ഇൻക്ലൂഡ് പ്രിസിഷൻ.
എക്സാമ്പിൾ 32 -32 986. Float fractional numbers. String, both words and sentences, anything that we written in double quotes is known as string. Boolean, data type that can represent two possible states, either true or false. ഈ കുറേ സ്പെഷ്യൽ ടൈപ്സ് ഉണ്ട്. നൾ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് വിച്ച് ക്യാൻ ഹാവ് ഓൺലി വൺ വാല്യൂ. അതാണ് നൾ എന്ന് പറയുന്നത്. അറേസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് നെയിംസ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പ് ഈസ് PHP സിമിലർ ടു ഒബ്ജക്റ്റ് ഇൻ C++. റിസോഴ്സസ് ടൈപ്പ് നോട്ട് ആക്ച്വൽ ഡേറ്റ ടൈപ്പ്. ഈ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. വാട്ട് ആർ ദി വേരിയസ് ഓപ്പറേറ്റേഴ്സ് ഇൻ PHP? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അരിത്മെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ്, കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. അതിൽ അസൈൻഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ. ഈക്വൽ സൈൻ ഉപയോഗിച്ചുകൊണ്ടാണ്. ഹിയർ myvar equals 4. The value 4 is assigned to variable myvar. അതാണ് ഇതിൻ്റെ ഉത്തരം. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ് ഇൻറ്റു ഫോർവേഡ് സ്ലാഷ് പെർസെൻറ്റേജ്. ഇതൊക്കെ നമുക്ക് മുൻ സമയങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അരിത്മെറ്റിക്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് തന്നെയാണ് ഇവിടെ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് AND എന്ന് എഴുതാൻ പറ്റും, വേറെ ആൻഡ് സിമ്പിൾ ഇടാൻ പറ്റും, OR എന്ന് എഴുതാം, ORൻ്റെ സിമ്പിൾ ഇടാം, XOR അല്ലെങ്കിൽ നോട്ട് ഓപ്പറേറ്റർ. ഇത്രയും ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോജിക്കൽ ഓപ്പറേറ്റർ. ഇനി കുറേ സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. There are two types of string operators, the concatenating operator dot and the concatenating assignment operator dot equals. രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ആർ ദി വേരിയസ് ടൈപ്പ് ഓഫ് സ്ട്രിങ് ഓപ്പറേറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ PHP രണ്ട് തരമുണ്ട്. ഒന്ന് ഡോട്ട് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ, രണ്ട് കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, രണ്ടെണ്ണം കാണാൻ സാധിക്കും. ഇനി കുറച്ച് കമ്പൈൻഡ് ഓപ്പറേറ്റർ ഉണ്ട്. ഈ പ്ലസ് ഈക്വൽസ്, മൈനസ് ഈക്വൽസ്, ഇൻറ്റു ഈക്വൽസ്, ഡിവൈഡ് ഈക്വൽസ്, മോഡുലസ് ഈക്വൽസ്, ഡോട്ട് ഈക്വൽസ്. അത് കുറേ കമ്പൈൻ, രണ്ട് ഓപ്പറേറ്റർ കമ്പൈൻ ചെയ്ത് വന്നിരിക്കുന്നതാണ്. ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ്, ദെൻ അത് നമുക്ക് പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും ഉണ്ട്. ആ പോസ്റ്റ് ഡിക്രിമെൻറ്റും പ്രീ ഡിക്രിമെൻറ്റും ഉണ്ട്. അത് നമുക്ക് നോക്കാവുന്നതാണ്. കുറേ എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. ബാക്ക് സ്ലാഷ് ചേർത്തുണ്ട്. ബാക്ക് സ്ലാഷ്, പ്രിൻറ്റ് ഡബിൾ കോട്ട്സ്, സിംഗിൾ കോട്ട് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും. ന്യൂ ലൈൻ ബാർ, സ്ലാഷ് എന്നുണ്ട്, സ്ലാഷ് T, അങ്ങനെ കുറേ അതുകൊണ്ട് അത് നമുക്ക് ഇതെല്ലാം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. PHPയുടെ ആയിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസൊക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാവരും ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഇനി നമുക്ക് പഠിക്കേണ്ടത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ PHP ആണ്. നമ്മൾ C++ൽ കുറേ കൺട്രോൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈഫ് എൽസ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, വൈലുണ്ട്, ഡു വൈലുണ്ട്, ഫോർ ഉണ്ട്. അത് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഒന്നാമത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് checks the truthfulness of an expression and if the expression is true, evaluate a statement. If expression, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, കണ്ടൻറ്റ് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ അതിൻ്റെ എക്സാമ്പിൾ കണ്ടോ. PHP $A = 10, $B = 5. If $A greater than $B, echo A is bigger than B. എൽസ് കൂടെ ചേർത്തുകൊണ്ട് പറഞ്ഞേക്കാണ്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതാ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. $A = 10, $B = 65. If A greater than B, echo A is bigger than B, else B is bigger than A. Else if. അങ്ങനെ else if ഒന്നാണ്. ഇഫ് ട്രൂ ആണെങ്കിൽ, അല്ല അത് ട്രൂ ആണെങ്കിൽ, അല്ല അത് ട്രൂ ആണെങ്കിൽ, മുകളിൽ പറഞ്ഞ ഒന്നുമല്ല എങ്കിൽ else. അപ്പോൾ $A = 55, $B = 55. If $A greater than $B, echo A is bigger than B. Else if $B greater than $A, echo B is greater than A. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടൊക്കെ അത് പോകും. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബ്രാഞ്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒത്തിരി ഉള്ളതിൽ നിന്നും ഒരെണ്ണത്തെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. $P, $n = 3. സ്വിച്ച് $n, കേസ് ഒന്നാണെങ്കിൽ എക്കോ 1 എന്ന് പ്രിൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്രേക്ക് കൊണ്ട് സ്വിച്ചിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ബ്രേക്കാണ്. C++ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടത്. കേസ് 2, എക്കോ 2 ബ്രേക്ക്. കേസ് 3, എക്കോ 3 ബ്രേക്ക്. ഡീഫോൾട്ട് എൻ്റർ കറക്റ്റ് നമ്പർ. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനിയും
ലൂപ്സ് ഇൻ പി എച്ച് പി, ചിലപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ലൂപ്സ് ഇൻ പി എച്ച് പി, അത് വൈൽ ലൂപ്പുണ്ട്. വൈൽ കൺട്രോൾ സ്ട്രക്ചർ എക്സിക്യൂട്ട്സ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ്ലി അണ്ടർ ദ എക്സ്പ്രഷൻ ഇസ് ട്രൂ. സോ വൈൽ കണ്ടീഷൻ ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ബോഡി ഓഫ് ദ ലൂപ്പ് ഐ ഈക്വൽ ടു 1, വൈ ഐ ലെസ് ദാൻ ഈക്വൽ ടു 5, എക്കോ $i i++, 1 2 3 4 5 എന്ന് വരെ പ്രിൻറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ C++ പഠിച്ച അതേ ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സിൻടാക്സിലൊക്കെ അതിന് എക്സാമ്പിൾ എഴുതുമ്പോൾ വെച്ചിട്ട് വ്യത്യാസം. $PHP ആയിരിക്കും, $സൈൻ ഉപയോഗിക്കണം, വേരിയബിളിൻ്റെ കൂടെ സി ഔട്ടിന് വരെ എക്കോ ആയിരിക്കും. ഇത്രയൊരു വ്യത്യാസമേ അവിടെ കാണുന്നുള്ളൂ. ഡു വൈൽ സൻ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്. എക്സിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ലൂപ്പ് കഴിയുന്ന സമയത്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, അതാണ്. സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് അറ്റ് ലീസ്റ്റ് വൺസ്. ഇറ്റ് ഈസ് ഡു ബോഡി ഓഫ് ദ ലൂപ്പ് വൈൽ കണ്ടീഷൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, അതും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ് യൂസ്ഡ് വെൻ വി യൂസ് now how many times you want to execute a statement or block of statements. For initialization, condition, increment. For I equal to 1, I less than or equal to 5, I plus echo $i. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് അടുത്തത് പഠിക്കേണ്ടത് അറേസ് ഇൻ പി എച്ച് പി ആണ്. അറേസ് 3 തരത്തിലുള്ള അറേസ് ഉണ്ട്. ഇൻഡെക്സ്ഡ് അറേ ഉണ്ട്, അസോസിയേറ്റീവ് അറേ ഉണ്ട്, മൾട്ടി ഡയമെൻഷണൽ അറേ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻ പി എച്ച് പി ദർ ആർ 3 ടൈപ്സ് ഓഫ് അറേസ്: ഇൻഡെക്സ്ഡ് അറേ, അസോസിയേറ്റീവ് അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ. നമുക്ക് ഇൻഡെക്സ്ഡ് അറേ ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. അറേ വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് ആർ കോൾഡ് ഇൻഡെക്സ്ഡ് അറേസ്. അപ്പോൾ അതങ്ങ് പഠിക്കുക. അങ്ങനെ അറേസ് വിത്ത് ന്യൂമറിക് ഇൻഡെക്സ് നമ്മൾ ഈ നോക്കാൻ പോകണം എന്താണെന്നുള്ളത്. ദിസ് ഇസ് സിമിലർ ടു C++ arrays. They use non-negative integers and keys. These arrays can store numbers, string and any object, but their index will be represented by numbers. $array name equal to array value 1, value 2, value 3, etc. അപ്പോൾ അത് നമ്മൾ എഴുതാൻ പോകണം. $register number equals array, 3 രജിസ്റ്റർ നമ്പർ എഴുതിയിരിക്കുന്നു. $colors equal to 3 കളർ എഴുതിയിരിക്കുന്നു. $register number അതിന് വാല്യൂസ് എഴുതിയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇത് അങ്ങനെ വരും. PHP $name equal to array രാജു, സലീം, ജോൺ. For I equal to 0, as I less than 3 plus I plus echo name $i എന്ന് പറഞ്ഞാൽ രാജു, സലീം, ജോൺ അത് ഡിസ്പ്ലേ ചെയ്യും. ഇവിടെയും അതുപോലെ തന്നെയാണ്. അറേ രാജു, സലീം, ജോൺ. പ്രിൻ്റ് $name അറേ 0 ഉണ്ടോ, എന്നിട്ടൊരു സിമ്പൽ വരും, അത് രാജു 1ൻ്റെ ആണ്. അങ്ങനെ ഉള്ള ഒരു പ്രിൻറ്റിങ് കൂടെ വരുന്നതാണ്. അറേയുടെ പൊസിഷനും എത്രാമത്തെ എലമെൻ്റാണെന്നുള്ള വരുന്നതാണ്. നമുക്ക് പ്രിൻ്റ് കൊടുത്താൽ വരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. പക്ഷേ പ്രിൻ്റർ ക്യാൻ ബി യൂസ് ഫോർ പ്രിൻറ്റിങ് ആൻ അറേ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്. ദ സിൻടാക്സ് ഫോർ ദിസ് പ്രിൻ്റ് അറേ നെയിം. അസോസിയേറ്റീവ് അറേ arrays with the named keys are called associative array. Named key. Associative arrays are very similar to numeric arrays in terms of functionality, but they are different in terms of their index. Array key എഴുതി ഈ സിമ്പൽ ഇടുക, വാല്യൂ കീ സിമ്പൽ വാല്യൂ ഇടുക. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ $result equal to array ഹരി 35, ജോൺ 37, മിനി 41. എക്സാമ്പിളാണ്. ഇനി എക്സാമ്പിൾ എഴുതിയിരിക്കുന്നുണ്ടോ $cost equal to array പെന്നിൻ്റെ ഇത്രയാണ്, പെൻസിലിൻ്റെ ഇത്രയാണ്, ബ്രഷിൻ്റെ ഇത്രയാണ്. എക്കോ എ പെൻസിൽ കോസ്റ്റ് $cost പെൻസിൽ $rupees. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എ പെൻസിൽ കോസ്റ്റ് $5 എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതാണ് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അറേ, അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. അപ്പം അസോസിയേറ്റീവ് അറേനത്തിൽ വേറെ രണ്ട് കാര്യം കൂടെ പഠിക്കണം. ഫോർ ഈച്ച് ലൂപ്സ് കൂടെ പഠിക്കണം. ഫോർ ഈച്ച് ലൂപ്സ്. അപ്പോൾ ഈ ഫോർ ഈച്ച് ലൂപ്സ് ഇവിടെ നമുക്ക് ഇപ്പോൾ നോക്കാം. ഫോർ ഈച്ച് loop is an extension to for loop. It is used when we have an array with unknown number of elements. It iterates through each key value pair until the end of the array. The for each loop works only on arrays and has 2 formats. For each, in this type, for every loop iteration, the value of the current array element is assigned to $value. For each $array as value. അതിൻ്റെ കോഡ് എഴുതുക. ഇവിടെ നോക്കി $colors equal to array, അതൊരു അറേ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. For each
ഡോളർ കളേഴ്സ് ആസ് ഡോളർ വാല്യൂ എക്കോ ഡോളർ വാല്യൂ റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ എന്ന് വരും. ഇനി ഫോർ ഈച്ച് ഡോളർ അറേ ആസ് ഡോളർ കീ ഡോളർ വാല്യൂ ഈ മോഡലിൽ എഴുതിയാൽ ഫോർഎവർ in this type for every loop iteration the value of the current array element is assigned to dollar value and the key of the current array element is assigned to dollar key and the array point is moved by 1 until it reaches the last element of the array. ഇവിടെ ഇത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാകും. for each dollar array as key dollar value എഴുതുക. PHP colors equal to array red green blue yellow for each scholars as key dollar item echo dollar key hyphen dollar item കണ്ടോ 0 red 1 green 2 blue 3 yellow അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് for each. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഫോർ എവറി ലൂപ്പ് ഐറ്ററേഷൻ ദ വാല്യൂ ഓഫ് ദ കറണ്ട് അറേ എലമെൻറ്റ് ഈസ് അസൈൻഡ് ടു ഡോളർ വാല്യൂ ആൻഡ് ദ കീ ഓഫ് ദ കറണ്ട് അറേ എലമെൻറ്റ് ഈസ് അസൈൻഡ് ടു ഡോളർ കീ ആൻഡ് ദ അറേ പോയിൻറ്റ് ഈസ് മൂവ്ഡ് ബൈ 1 അണ്ടിൽ ഇറ്റ് റീച്ചസ് ദ ലാസ്റ്റ് അറേ എലമെൻറ്റ്. അതാണ് ഇവിടെ 0 1 2 3 എന്നുള്ളത് ലാസ്റ്റ് എലമെൻറ്റ് വരെ പോകുന്നത് 0 1 2 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കണം ഫങ്ഷൻസ് ഇൻ PHP ആണ്. അപ്പോൾ ഈ PHP നിങ്ങൾ എൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പെരിഫറലിൽ പഠിക്കുക. എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തിൽ പറഞ്ഞതല്ല. അപ്പോൾ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ തുടർന്ന് നമ്മൾ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു.